പല ആളുകളും പറയാറുണ്ട്, വീട്ടിലെപ്പോഴും ഒരു സമാധാനക്കേടാണ്. എന്താണ് പ്രശ്നം എന്നറിയില്ല. എപ്പോ നോക്കിയാലും അടിയും വഴക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതവും കണ്ണീരും ഒക്കെയാണ് വീട്ടിന്റെ ഉള്ളിലെ അവസ്ഥ. ഏ പുറത്ത് വലിയ സന്തോഷത്തിലും അതുപോലെ തന്നെ റാഹത്തിലും ഒക്കെ പെരുമാറും. പക്ഷെ വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും അവസ്ഥ ആകെ മാറിയിട്ടുണ്ടാവും. എന്താണ് ഇതിനൊരു പരിഹാരം ചെയ്യേണ്ടതെന്നറിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്, മാതാപിതാക്കളും മക്കളും തമ്മിൽ വഴക്ക്, അതുപോലെ ഭാര്യയും അമ്മായിയമ്മയും തമ്മിൽ വഴക്ക് തുടങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എപ്പോഴും അടിയും വഴക്കുമായിട്ട്. ഇതിനൊരു പരിഹാരം കിട്ടണം, ഇതിനൊരു സലാമത്ത് ലഭിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന, അങ്ങനെ ദ്വാരക്കാൻ പറഞ്ഞ എത്രയും മുഅ്മിനീങ്ങളുണ്ട്. ഇൻഷാ അല്ലാ ഒരു നല്ല പരിഹാരം അതിന് പറ്റിയതുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന ഇസ്മ ഒന്ന് മന്ത്രിച്ച് നിങ്ങളുടെ വീടിന്റെ 4 മൂലയിൽ ഇതൊന്ന് ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചു കിട്ടാൻ ഏറ്റവും ഉചിതമായ മാർഗമാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നതായി കാണാം. ഇൻഷാ അല്ലാ ഏതാണെന്ന് കേട്ടു നോക്കാം. അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്ന് ശിഫയാകാനുള്ള ചില വീടുകളെ സംബന്ധിച്ച് പറയാറുണ്ട്, ആ വീട്ടിൽ എപ്പോഴും രോഗമാണ് എന്ന്. ആ വീട്ടിൽ എപ്പോഴും രോഗമാണ്. ഒരാൾക്ക് രോഗം മാറിക്കഴിയുമ്പോൾ, ഇപ്പം ആ വാപ്പാടെ രോഗം മാറിയപ്പോൾ ഉമ്മാക്ക് രോഗമായി, ഉമ്മാടെ മാറിയപ്പോൾ ഭാര്യയ്ക്കായി, ഭാര്യയുടെ മാറിയപ്പോൾ മക്കൾക്കായി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും ഒക്കെ ഒരാൾ രോഗിയായിട്ട് എപ്പോഴും ഹോസ്പിറ്റലും വീടുമായിട്ട് ഇങ്ങനെ മാറിയും തിരിഞ്ഞും നിൽക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചില വീടുകളുടെ ഒരു അവസ്ഥ അങ്ങനെ പറയാറുണ്ട്, ബർക്കത്തില്ലായ്മ. അപ്പൊ ഇതിനൊരു പരിഹാരമായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും വീഴ്ച കൊണ്ടാണോ, എന്തെങ്കിലും ചെയ്യാത്തത് കാരണമായിട്ടാണോ? ഇൻഷാ അല്ലാ ചുരുങ്ങിയ രൂപത്തിൽ അതിനുള്ള പ്രതിവിധിയും നമുക്ക് കേൾക്കാം. ഇൻഷാ അല്ലാ വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ-അദ്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഒന്നുപോയ മുഴുവൻ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വിഷമം പറഞ്ഞ ഒരു വിഷയത്തിനുള്ള പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. സുദീർഘമായി പറയുന്നില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സമാധാന അന്തരീക്ഷമുള്ള ഒരു വീടാണ്, അല്ലേ? നമ്മൾ വീട്ടിന്റെ പുറത്തേക്ക് പോയി വലിയ ടെൻഷനിലും അതുപോലെ പ്രഷറിലും ഒക്കെ ജോലി ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ വീടിന്റെ ഉള്ളിൽ വലിയ പ്രയാസവും ഞെരുക്കവും അതുപോലെ ബുദ്ധിമുട്ടുമാണ് ഉള്ളത് എങ്കിൽ അതിന് സക്കീനത്ത് എന്ന് പറയാൻ പറ്റൂല, ഇല്ലേ? ഒരു സമാധാനം കിട്ടുന്ന വീട്, നമ്മുടെ ഖുർആൻ നോക്കിയാൽ കാണാലോ, വീടുകൾക്ക് ഖുർആൻ പരിചയപ്പെടുത്തിയ നാമം മസ്കൻ എന്നാണ്. മസ്കൻ എന്ന് പറഞ്ഞാൽ എന്താ? മസ്കൻ സമാധാനത്തിന്റെ കേന്ദ്രം, അതായത് സമാധാനത്തിന്റെ സ്ഥലം. അതായത് വീട്ടിലേക്ക് കയറുമ്പോൾ മനുഷ്യന് സമാധാനം ഉണ്ടാകണം. അത് പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും ഉണ്ടാകണം. അപ്പൊ അതിനാണ് മസ്കൻ, വീട് എന്ന് പറയാം. എന്നാൽ ചില വീടുകളുടെ അവസ്ഥ അതല്ല. വീട്ടിലേക്ക് കയറി വരുമ്പോൾ സമാധാനക്കേട് എന്ന് വെച്ചാൽ ഇതുപോലത്തെ സമാധാനക്കേട് വേറെ ഉണ്ടാവില്ല. എപ്പോഴും അടിയും വഴക്കും പ്രശ്നവും പ്രയാസവും ദുരിതവും കണ്ണീരും രോഗവും ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് വെറുക്കപ്പെടുന്ന എന്തൊക്കെ സംഗതികളുണ്ടോ അതൊക്കെ ഉള്ള നിറഞ്ഞൊരു കേന്ദ്രമായിട്ട് നമ്മുടെ വീട് മാറാറുണ്ട്. ഇതിന് ചില കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കാരണമായിട്ടാണ്, അല്ലെ നമ്മൾ ചില സംഗതികൾ ശ്രദ്ധിക്കാത്തത് കാരണമായിട്ടാണ്. എന്താണ് ഇത് മാറിക്കിട്ടാനുള്ള ഒരു മാർഗം? നമ്മൾ ചെയ്യേണ്ട, പരിഹരിക്കേണ്ട, നമ്മൾ പരിഗണിക്കേണ്ട ചില വിഷയങ്ങൾ ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാം. ആദ്യമായി ഞാനൊരു ഇസ്മ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ഇസ്മ നിങ്ങൾ മുറുകെ പിടിക്കണം ഇൻഷാ അല്ലാ. ഈ ഒരു ഇസ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായി നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വീട് സംബന്ധമായ സകല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കും. ഇങ്ങനെ വീടിന്റെ വിഷയത്തിൽ ബുദ്ധിമുട്ടേണ്ടി പ്രയാസപ്പെടേണ്ടി വരികയില്ല. ആ ഇസ്മ ഏതാ? അൽ മുഈദ് എന്ന നാമം. അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ടല്ലോ അസ്മാഉൽ ഹുസ്നയിൽ. അക്കൂട്ടത്തിൽപ്പെട്ട മുഈദ് എന്ന നാമം. മുഈദ്, യാ മുഈദു യാ അല്ലാഹ്. യാ മുഈദു യാ അല്ലാഹ്, മടക്കി കൊണ്ടുവരുന്നവനായ അല്ലാഹു. അതായത് നമ്മുടെ വീട്ടിലെ ബറക്കത്തുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊണ്ടുവരുന്നവൻ അള്ളാഹുവാണ്. അതുപോലെ തന്നെ വീട്ടിലെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുവരുന്നവൻ അള്ളാഹുവാണ്. നമ്മുടെ വീട്ടിലെ ഹൈറുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊണ്ടുവരുന്ന തിരികെ നൽകുന്നവൻ അള്ളാഹുവാണ്. യാ മുഈദു യാ അല്ലാഹ്. ഈ ഒരു ഇസ്മ നിരന്തരം പതിവാക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടം ഞാൻ പറഞ്ഞുതരാം. എല്ലാ വിഷയത്തിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ വേണ്ടി, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മഹാന്മാർ പഠിപ്പിച്ചു തരാണ്. ഫൽയഖുൽ കുല്ല യൗമിൻ 70 മറത്തൻ യാ മുഈദു. ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും 70 തവണ വീതം എല്ലാ ദിവസവും യാ മുഈദു എന്ന ദിക്ർ ചൊല്ലി, യാ മുഈദു എന്ന ഇസ്മ ചൊല്ലി, ഫി കുല്ലി ജിഹത്തി മിനൽ ജിഹാത്തിൽ അർബഇ മിൻ ബൈത്തി, അവന്റെ വീടിന്റെ എല്ലാ ഭാഗത്തു നിന്നും, 4 മൂലയുണ്ടെങ്കിൽ ആ 4 മൂലയിൽ നിന്നും അല്ലെങ്കിൽ 4 ഭാഗത്തു നിന്നും എന്ത് ചെയ്യുക, യാ മുഈദു എന്ന ഇസ്മ 70 തവണ ചൊല്ലുക. പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും, അല്ലേ? യാ മുഈദു എന്ന ഇസ്മ പെട്ടെന്ന് എത്ര തവണ? 70 തവണ 4 സ്ഥലത്തു നിന്നും ചൊല്ലി തീർത്താൽ ജഅലല്ലാഹു ബൈതഹു സാലിമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വീട്ടിൽ
അവനൊരു കാവൽക്കാരനെ അല്ലെങ്കിൽ ഒരു നിർത്താൻ പറ്റിയ കാവലിന് പറ്റിയ ഒരു സംഗതി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വീട്ടിലേക്ക് ആക്കി കൊടുക്കും. ചിലപ്പോൾ അത് മലക്കുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അള്ളാഹുവിന്റെ അത്ഭുതങ്ങളായിരിക്കാം, ഖുദ്റത്തായിരിക്കാം. അതെന്താണ് എന്ന് പറയപ്പെട്ടിട്ടില്ല. ഒരു സലാമത്ത് ആ വീട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഒരു രക്ഷ പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ആ വീട്ടിൽ കൊടുക്കും. ഇനി ആ വീട്ടിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി, ആരെങ്കിലും കാണാതെയായി, ആ വീട്ടിൽ എന്തെങ്കിലും വില പിടിച്ചതോ വില പിടിക്കാത്തോ എന്തായിക്കോട്ടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് എന്താണോ നഷ്ടപ്പെട്ടത് അതിനെ അള്ളാഹു മടക്കി കൊണ്ടുവരികയും ചെയ്യും. രണ്ട് നേട്ടം ഒന്നിച്ച്. ഒന്ന്, ആ വീടിനൊരു കാവൽ അള്ളാഹു, ഒരു പ്രൊട്ടക്ഷൻ. 4 സ്ഥലത്ത് നിന്നും നമ്മൾ എന്ത് ചെയ്യുക, 4 മൂലയിൽ നിന്നും അല്ലെങ്കിൽ 4 ഭാഗത്തു നിന്നും എന്ത് ചെയ്യുക, യാ മുഈദു എന്ന ദിക്ർ എന്ന ഇസ്മ 70 തവണ ചൊല്ലുക. ഇങ്ങനെ ചെല്ലിയാൽ മതി. ഒരു മൂലയിൽ പോയിരുന്നു, യാ മുഈദു യാ അല്ലാ, യാ മുഈദു യാ അല്ലാ, യാ മുഈദു യാ അല്ലാ, യാ മുഈദു യാ അല്ലാ, ഇങ്ങനെ 70 തവണ ചൊല്ലി. അടുത്ത മൂലയിൽ പോയിരുന്നു, അവിടെ നിന്ന് ചൊല്ലുക. 3-ാമത്തെ മൂലയിൽ 4-ാമത്തെ മൂലയിൽ ചൊല്ലുക. ഇങ്ങനെ 4 ഭാഗത്തും ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ ആ വീട്ടിൽ ഇറക്കി കൊടുക്കും. ഒരു സലാമത്തിന്റെ വകുപ്പ് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ചിലപ്പോൾ മലക്കുകളെ കൊണ്ടായിരിക്കും അള്ളാഹു സഹായിക്കാം, എന്താണെങ്കിലും. അതുപോലെ തന്നെ ആ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടതിന് അള്ളാഹു തിരികെ കൊണ്ടുവരികയും ചെയ്യും. നോക്കുക, പല ആളുകളും എന്റെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര പവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, സംഖ്യ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഇത്ര തുക ആളുകൾ കവർന്നെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടല്ലേ, പറ്റിച്ചു കൊണ്ടുപോയതൊക്കെ, ഇങ്ങനെ പലതും പറയാറുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു പരിഹാരം കൂടിയാണ് ഈ ഒരു ഇസ്മ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ജീവിതത്തിൽ ചെയ്യാൻ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇങ്ങനെ ചെയ്യുന്നവർക്ക് കിട്ടുന്ന കേട്ടോ, ആ വീട്ടിൽ അള്ളാഹു സലാമത്ത് നൽകും, സമാധാനം ഉണ്ടാവും. ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ റാഹത്ത് ഉണ്ടാവും, ഇല്ലേ? പുറത്തുനിന്ന് ടെൻഷൻ അടിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല റാഹത്തുള്ള വീടാണ് എങ്കിൽ ആ വീട്ടിലേക്ക് കയറുമ്പോൾ സ്വർഗ്ഗ സമാനമായിരിക്കും. സ്വർഗത്തിലേക്ക് കയറുമ്പോൾ ഉള്ള അനുഭൂതി, സ്വർഗത്തിന്റെ അത്ര വിശാലതയും അതുപോലെ തന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം മുഴുവൻ കിട്ടുമെന്നല്ല പറഞ്ഞു, മറിച്ച് സ്വർഗം സക്കീനത്തിന്റെ ഭവനമാണല്ലോ, സമാധാനത്തിന്റെ ഭവനം. അതുപോലെ ഭൂമിയിൽ ഒരു സ്വർഗത്തിന്റെ സാന്നിധ്യമുള്ള ഭവനമായി നമ്മുടെ വീട് മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ സ്വർഗീയ ഭവനങ്ങളാക്കി നമ്മുടെ വീടുകളൊക്കെ എന്ത് ചെയ്യട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ശത്രുക്കൾ ഉണ്ട് എങ്കിൽ, ചില ആളുകൾക്ക് ഉണ്ടാവും ശത്രുക്കൾ, പല കോലത്തിലുണ്ടാവും. നമ്മുടെ ചുറ്റുഭാഗത്തും നമ്മുടെ അയൽവാസികളിൽ ശത്രുത ഉണ്ടാകലുണ്ട്, അല്ലെ? അയൽവാസികളുടെ ഇടങ്ങേറ് സഹിക്കേണ്ടി വരുന്ന ആളുകൾ. അത്തരത്തിൽ ശത്രുക്കളിൽ നിന്നും ബുദ്ധിമുട്ട് നേരിടുന്നവരാണ് എങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഇല്ലാതെയാകാൻ, ശത്രുക്കളുടെ ഇടങ്ങേറുകൾ നീങ്ങിക്കിട്ടാനും ഈ ഒരു ഇസ്മ പതിവാക്കൽ മതിയാവും. അത് എല്ലാ ദിവസവും മുടങ്ങാതെ 124 തവണ, എത്ര? 124 തവണ യാ മുഈദു എന്ന ഇസ്മ പതിവാക്കുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളുടെ ഉപദ്രവം അവരിലേക്ക് ഉണ്ടാവില്ല. ശത്രുക്കൾ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ശരി, അവരെ ഉപദ്രവിക്കാൻ കഴിയില്ല. ശത്രുക്കൾ ഇങ്ങോട്ട് ഇടങ്ങേറാക്കാൻ വന്നാലും ശരി, അവരുടെ ഉപദ്രവത്തിൽ ഈ ആളുകൾ പെട്ടുപോകൂല. അവർക്ക് അതിനുള്ള പരിഹാരം, പ്രൊട്ടക്ഷനും കാവലും പ്രത്യേകമായി ലഭിക്കും. എന്ത് ചെയ്താൽ മതി? 124 തവണ യാ മുഈദു എന്ന ഇസ്മ എല്ലാ ദിവസവും നിരന്തരം പതിവാക്കാം. ഏതെങ്കിലും ഒരു സമയത്ത്, ഇത് ഈ ചെറിയ ഇസ്മ ആയതുകൊണ്ട് നമുക്ക് നിരന്തരം ചൊല്ലാൻ എളുപ്പമുണ്ടാവും, അല്ലെ? വലിയ സമയമൊന്നും വേണ്ടി വരില്ല. ഇനി സമയം വേണമെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റു ജോലികളുടെ കൂട്ടത്തിൽ നമുക്കത് ചെയ്യാൻ കഴിയും. മറ്റ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു അമലാണ് അസ്മാഉൽ ഹുസ്ന ചൊല്ലൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമുക്കിത് ഏറ്റെടുക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ വളരെ എളുപ്പമുണ്ട്. അപ്പൊ 124 തവണ അത് ചൊല്ലാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ചില വീടുകളെ സംബന്ധിച്ചിടത്തോളം രോഗികളുടെ ഒരു കൂമ്പാരമായിരിക്കും ആ വീട്ടിൻ്റെ ഉള്ളിൽ. നിരന്തരം എന്ത് ചെയ്യുക, ഒരാൾ രോഗം കഴിഞ്ഞ് മാറി വരുമ്പോൾ അടുത്ത ആൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ അടുത്ത ആൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് എന്ത് ചെയ്യുക, ഹോസ്പിറ്റലുകൾ ഇങ്ങനെ കയറി ഇറങ്ങേണ്ട അവസ്ഥ. പലരും പരാതി പറഞ്ഞാണ്, ദ്വാരക്കാൻ ഏൽപ്പിച്ചതാണ്. അതിനൊരു പരിഹാരമാകും. ഒന്ന്, നമ്മുടെ വീട്ടിലെ ബർക്കത്ത് കേടാണ്. വീട്ടിലെപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുന്ന വീടാക്കണം. അതുപോലെ തന്നെ സുഗന്ധം പുകയ്ക്കുന്ന വീടാക്കണം. ദിക്റുകൾ ചൊല്ലുന്ന, സ്വലാത്തുകൾ ചൊല്ലുന്ന, മദ്ഹുകളും മൗലിദുകളൊക്കെ ഒന്ന് വീടുകളാക്കി നമ്മുടെ വീടുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പതുക്കെ പടിയിറങ്ങി പോകും. ഇതൊന്നും ഇല്ലാതായപ്പോൾ ഇബ്ലീസിന്റെ സാന്നിധ്യം കൂടുതലായി നമ്മുടെ വീടുകളിലേക്ക് ഭവിക്കുകയും അത് നമുക്ക് രോഗത്തിന് കാരണമാവുകയും ബുദ്ധിമുട്ടുണ്ടാക്കാനൊക്കെ കാരണമാവുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ആ പഴയ നല്ല ഇസ്ലാമികമായ അന്തരീക്ഷങ്ങളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് മടങ്ങി വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി രോഗം മാറാൻ, ഇതുപോലെ രോഗങ്ങളിൽ നിന്നും പ്രയാസപ്പെടുന്ന ആളുകൾ അവരുടെ ആ രോഗം മാറി, അവരുടെ ആ ബലഹീനത മാറിയിട്ട് നല്ല ഉന്മേഷത്തോടു കൂടി തിരികെ വരാൻ, ആ വീട് റാഹത്തുള്ള വീടാക്കി മാറ്റാൻ എല്ലാ ദിവസവും 124 തവണ യാ മുഈദു എന്ന ഇസ്മ ചൊല്ലിയിട്ട് അത് എത്ര ദിവസം തുടർച്ചയായി ചൊല്ലണം? 40 യൗമൻ, 40 ദിവസം തുടർച്ചയായി ചൊല്ലണം. 40 ദിവസം തുടർച്ചയായിട്ട് മുടങ്ങാതെ ഇടമുറിയാതെ യാ മുഈദു എന്ന ഇസ്മ ഒരു വീട്ടിൽ നിരന്തരമായി 124 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ രോഗികൾക്ക് അല്ലാഹു ശമനം നൽകുന്നതാണ് എന്ന് മഹത്തുക്കൾ അവർ ചെയ്ത് ഉറപ്പ് ലഭിച്ച, അവർക്ക് പരിഹാരം കിട്ടിയ, ഉറപ്പായും ലഭിച്ച
സംഗതിയായി അവർ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സകല രോഗങ്ങളിൽ നിന്നും ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ വീടുകളൊക്കെ അള്ളാഹു ബറക്കത്തിന്റെ കേന്ദ്രങ്ങളാക്കി തരുമാറാകട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ വീടുകളിൽ ഈ ഒരു പ്രൊട്ടക്ഷൻ, ഈ ഒരു സലാമത്ത് ചെയ്തു വെക്കണം. കാരണം ഒരുപാട് മുസീബാത്തുകൾ നമ്മുടെ ചുറ്റുഭാഗത്ത് ഉണ്ട്. അപ്പൊ നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ തന്നെ ഒരു സലാമത്തിന്റെ ഒരു കവചം തീർക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രശ്നങ്ങളിലും നമുക്ക് പരിഹാരം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.